ഫിലിം ഗാരേജിലേക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ OTT-യിൽ റിലീസ് ചെയ്യാത്ത സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് പലരും ചോദിക്കാറുള്ള OTT സിനിമകളെ കുറിച്ചും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട സിനിമകളെല്ലാം തന്നെയാണ് 20 സിനിമകളായിട്ട് ഇനിയും OTT റിലീസ് ചെയ്യാത്ത സിനിമകളായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഏറ്റവും കുറഞ്ഞത് 2 മാസം പിന്നിട്ട സിനിമകളെ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ആദ്യത്തെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 2 മമ്മൂട്ടി സിനിമകളാണ്. അതിലൊന്ന് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമ ഈ വർഷം ആദ്യം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഇത്രയധികം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും സിനിമയുടെ OTT സംബന്ധിച്ച ഒരു ഒഫീഷ്യൽ വിവരവും വന്നിട്ടില്ല. രണ്ടാമത്തെ സിനിമ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ OTT വിവരം പുറത്തു വന്നു എങ്കിൽ പോലും അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇനിയും വന്നിട്ടില്ല. OTT റിലീസ് വൈകുന്തോറും ആ സിനിമകളുടെ ഡിമാൻഡ് കുറയും, അതോടൊപ്പം തന്നെ OTT റൈറ്റ്സ് എമൗണ്ട് കുറയും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സിനിമകളെല്ലാം തന്നെ നഷ്ടമാണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇനി ടോവിനോയുടെ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് നടികർ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം മെയ് മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ വലിയ ദുരന്തമായി മാറിയ സിനിമയാണ് ടോവിനോ നായകനെത്തിയ നടികർ. ഒരു സമയത്ത് നെറ്റ്ഫ്ലിക്സ് സിനിമ സ്വന്തമാക്കി പിന്നെ പിന്മാറി തുടങ്ങിയ റിപ്പോർട്ടുകളാണ് അവസാനമായിട്ട് സിനിമയെക്കുറിച്ച് വന്നത്. പിന്നെ ഒരു OTT അപ്ഡേറ്റും വന്നിട്ടില്ല. ബോസ് ആൻഡ് കോ എന്ന സിനിമ നിവിൻ പോളി നായകനെത്തിയ 2023 ഓണച്ചിത്രമാണ്. അന്നത്തെ ഒരു എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വൻ പരാജയമായി മാറിയ സിനിമയാണ്. നിവിൻ പോളിയെ കൂടാതെ അർഷ ബൈജു, മമിത ബൈജു, വിനയ് ഫോർട്ട് തുടങ്ങിയ മികച്ചൊരു താരനിരയെല്ലാം തന്നെ ഭാഗമായിരുന്നിട്ടും സിനിമ ഇനിയും OTT റിലീസ് ആയിട്ടില്ല. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണി മുകുന്ദൻ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. മാർക്കോ പോലൊരു വലിയൊരു വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണി സിനിമയായിരുന്നിട്ടും ഇനിയും സിനിമ OTT റിലീസ് ആയിട്ടില്ല. ദിലീപിന്റെ 2 സിനിമകൾ, അതും ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് ഇനിയും OTT റിലീസ് ചെയ്യാതെ കിടക്കുന്നത്. അതിലൊന്ന് ബാന്ദ്ര എന്ന സിനിമയാണ്. തമന്ന കൂടി അഭിനയിച്ച ദിലീപ് നായകനെത്തിയ അന്നത്തെ മലയാളത്തിലെ വലിയ ബഡ്ജറ്റുള്ള സിനിമ കൂടിയ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 1.5 വർഷം പിന്നിട്ടിട്ടും ഇനിയും OTT റിലീസ് ആയിട്ടില്ല. അജിത് വിനായക ഫിലിംസ് പിന്നീട് നിർമ്മിച്ച പല സിനിമകളും OTT റിലീസ് ആകുന്നുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. തങ്കമണി മറ്റൊരു ദിലീപിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തി ഈ ദിലീപ് സിനിമയും ബാന്ദ്ര പോലെ തന്നെ വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണ്. ചിത്രവും ഇനി OTT റിലീസ് ആയിട്ടില്ല. സൈന പ്ലേ ഒക്കെ സിനിമ സ്വന്തമാക്കിയെന്ന അൺഒഫീഷ്യൽ റൂമേഴ്സ് ആരൊക്കെയോ പടർത്തിയിരുന്നു. അത് തെറ്റാണ് എന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുമാണ്. ആസിഫ് അലിക്കുമുണ്ട് ഇനിയും OTT റിലീസ് ചെയ്യാത്തൊരു സിനിമ. അത് റസൂൽ പൂക്കുട്ടി സംവിധാനം ചെയ്ത ആസിഫ് അലി, ഇന്ദ്രജിത്ത്, അർജുന അശോകൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച വൻ താരനിര ഭാഗമായ സിനിമയാണ്. ഒറ്റ എന്ന സിനിമയാണ്. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇനിയും OTT റിലീസ് ആയിട്ടില്ല. ഇന്ദ്രജിത്ത് അഭിനയിച്ച ഒരുപാട് സിനിമകൾ ഇനിയും OTT റിലീസ് ചെയ്യാതിരിക്കുന്നുണ്ട്. അതിലൊന്ന് 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ മറ്റൊന്ന് മാരിവിലൻ ഗോപുരങ്ങൾ എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. 2024 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമ ഞാൻ കണ്ടതാ സാറേ ഇനിയും OTT റിലീസ് ആയിട്ടില്ല. ഒരു പക്ഷേ ഇതേ പാതയിൽ തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലറും ഉണ്ടാകും. കഴിഞ്ഞൊരു മാസത്തിനിടയിലായിരുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്ന് സ്വന്തം പുണ്യാളൻ ഈ വർഷം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ്. തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ഇനിയും സിനിമ OTT റിലീസ് ആയിട്ടില്ല. രോമാഞ്ചത്തിന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സൗബിന്റെ ഒരു സിനിമയാണ് ജിന്ന്. സിദ്ധാർത്ഥ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയും ഇനിയും OTT റിലീസ് ആയിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. വിനയ് ഫോർട്ടിന്റെ 2 പ്രധാനപ്പെട്ട സിനിമകൾ ഇനിയും OTT റിലീസ് ആയിട്ടില്ല. അതിലൊന്ന് അനുസിത്താര നായകവേഷത്തിലെത്തിയ വാതിൽ എന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് പെരുമാനി എന്ന സിനിമയാണ്. അപ്പൻ എന്ന സോണി ലെവൽ സ്ട്രീം ചെയ്യുന്ന മികച്ച സിനിമയുടെ സംവിധായകനായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ലുക്മാൻ, സണ്ണിവേൻ തുടങ്ങിയവരും സിനിമയിൽ അഭിനയിച്ചിരുന്നു. സണ്ണിവേൻ, ഷെയ്നിക്കം തുടങ്ങിയവർ അഭിനയിച്ച വേള എന്ന സിനിമയും ഇനിയും OTT റിലീസ് ആയിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നാദർഷ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയും ഇനിയും OTT റിലീസ് ആയിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ചെറിയ നടന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ഹൃദയഹാരിയായ പ്രണയകഥ. ഈ സിനിമ ഇനിയും OTT റിലീസ് ആയിട്ടില്ല. സാമ്പത്തിക പ്രശ്നം സിനിമയുടെ നിർമ്മാതാക്കൾ നേരിടുന്നുവെന്ന് കഴിഞ്ഞ വർഷം വലിയ വാർത്തയായതാണല്ലോ. ബേസൽ ജോസഫ് ഗസ്റ്റ് കാമിയോ റോളിലെത്തിയ 2 സിനിമകൾ ഇനിയും OTT റിലീസ് ആയിട്ടില്ല. അതിലൊന്ന് മാത്യു തോമസ് കൂടി അഭിനയിച്ച കപ്പ് എന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് സിജു വിൽസൺ നായകനെത്തിയ പുഷ്പക വിമാനം എന്ന സിനിമയാണ്. ഈ പറഞ്ഞ 20ഓളം സിനിമകൾ കൂടാതെ ഇനിയും ഒരുപാട് സിനിമകൾ, ധ്യാനിന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ മമ്മൂട്ടി സിനിമ മുതൽ മലയാളത്തിലെ ചെറുതും വലുതുമായി ഒരുപാട് നടന്മാരുടെ സിനിമകളുടെ OTT അവകാശങ്ങൾ ഇനിയും വിറ്റഴിക്കുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോകാത്ത മലയാളം സിനിമകളുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ഈ പറഞ്ഞ സിനിമകളുടെ എല്ലാം തന്നെ OTT റിലീസുകൾക്ക്.